ദുർവൃത്തനായ മുതലാളിയെപ്പോലെ ഈ ദീനില്ലാത്ത ഈ ദരിദ്രനും തിന്മയിൽ അവർ രണ്ടാളും തുല്യന്മാരാണ്. ഒന്നാമത്തെ വിഭാഗത്തിന് നിയ്യത്തുകൊണ്ട് രക്ഷ, രണ്ടാം വിഭാഗത്തിന് നിയ്യത്തുകൊണ്ട് ശിക്ഷ. ഇത് മനുഷ്യൻ മനസ്സിലാക്കണം. നിയ്യത്തിന് വലിയ പ്രാധാന്യം പടച്ചു. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ അവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന ഹദീസുകളുടെ സമാഹാരത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്ത ഹദീസ് എന്താ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. എല്ലാ അമലും അല്ല പരിഗണിക്കുന്നത് പുറമ്പോക്ക് നോക്കിയിട്ടല്ല, പുറത്തേക്ക് അതെന്താ കാഴ്ചക്ക് നോക്കിയിട്ടല്ല, അവന്റെ ഉദ്ദേശമാണ് അല്ല നോക്കുന്നത്. ഓരോ മനുഷ്യനും അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക. അപ്പൊ ഇവിടെയൊക്കെ ഇസ്ലാം പറയുന്ന കാര്യങ്ങളിൽ നിയ്യത്തിനാണ് പ്രധാനം. അതാണ് ഈ ഹദീസിന്റെ ഏറ്റവും വലിയ പ്രമേയം. സ്വതക്ക കൊടുക്കുക എന്ന് മാത്രമല്ല, അത് വളരെ അതീവ രഹസ്യമായി, അത് തന്നെ ഇസ്ലാം പറയുന്നു. രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ചില പൊതുതത്വങ്ങളുണ്ട്. അതെന്താ? നല്ല മുതലേ കൊടുക്കാവൂ. ഒരുപാട് ഉണ്ടാക്കി വെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ധർമ്മോട് ധർമ്മം ഇല്ല, അത് അല്ലാഹ്ക്ക് വേണ്ട. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബതും, നിങ്ങൾ സമ്പാദിച്ച നല്ലതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ. വമിമ്മാ ഖറജ്നാ ലക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ചു തന്നവയിൽ നിന്നും. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂന, നിങ്ങളുടെ സ്വത്തിലെ കേടുള്ളത് മാത്രം, ഇങ്ങനെ ചീത്ത മാത്രം ഉദ്ദേശിച്ചു കൊടുക്കാൻ നടക്കരുത്. വലസ്തും ബിആഖിദിഹി ഇല്ലാ അൻ തുഗ്മിളൂ ഫീ, അങ്ങനത്തെ വസ്തുക്കൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങോട്ട് തന്നാൽ നിങ്ങളത് വിഷമത്തോടെ അല്ലാതെ സ്വീകരിക്കില്ലല്ലോ. അങ്ങനത്തത് നിങ്ങൾ അങ്ങോട്ടും കൊടുക്കാൻ പോകാതെ നല്ലതേ കൊടുക്കാവൂ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുവോളം നിങ്ങൾ മുഅ്മിനാവുകയില്ല, നിങ്ങൾക്ക് പുണ്യം കരസ്ഥമാക്കാനാവില്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു പൊതുവായ തത്വം. കുറേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ കൊടുത്താൽ കുറ്റം തീരുന്ന ചിലർ മനസ്സിലാക്കിയത്. പറ്റൂല, വന്ന വഴി ശരിയാവണം, എന്നിട്ട് കൊടുക്കണം. നല്ലതെന്ന് കൊടുത്താലേ അല്ലാഹ് സ്വീകരിക്കൂ. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹു നല്ലവനാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധമായതല്ലാതെ അല്ലാഹ് സ്വീകരിക്കുകയില്ല. ഇനി മനസ്സിലാക്കേണ്ടത് എന്താ? ബാത്തിലാക്കി കളയുന്ന സ്വഭാവങ്ങളിൽ നിന്നും മാറിപ്പോകണം. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വല്ലദാ, നിങ്ങളുടെ ധർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. ബിൽ മന്നി വൽ അദാ, കൊടുത്തത് എടുത്തു പറഞ്ഞിട്ടും വാങ്ങിയവനെ അതിന്റെ പേരിൽ ദ്രോഹിച്ചിട്ടും. വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു നടക്കുക, അവൻ അതിന്റെ പേരിൽ ഇങ്ങനെ ദ്രോഹിക്കുക. അത് എത്ര കാലം കഴിഞ്ഞിട്ട് പറഞ്ഞാലും ബാത്തിലായി പോകുന്നതാണ്. കൊടുത്തേക്ക് പറഞ്ഞോളന്നൊന്നുമില്ല, ആജീവനാന്തം ഉണ്ടാൻ പാടില്ല. പിന്നെ അത് കൊടുത്തത് എടുത്തു പറയരുത്, അതൊരിക്കലും പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. എത്ര വൈകിയാലും അള്ളാന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തിട്ട് ഖുർആൻ പറയുന്നത് സുമ്മലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാദാ, കൊടുത്തത് എടുത്തു പറയരുത്. ഇത് പറഞ്ഞിട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് കേട്ടോളൂ, വലാ അന്നൽ മന്ന വല്ലദാ വലൗ തറാഖാ അനിസ് സദഖതി വതാല സമനുഹു ദർറ ബിസാഹിബിഹി, ധർമ്മം കൊടുത്തിട്ട് കൊല്ലങ്ങളോളം പിന്നിട്ടതിന് ശേഷമാണ് വെറുതെ എടുത്തു പറഞ്ഞതെങ്കിലും ബാത്തിലാണ്ടായി പോകും. എത്രയോ മുമ്പ് കൊടുത്തതാ, ചെറുപ്പത്തിൽ ഒരാളെ സഹായിച്ചതാ, അതെങ്ങാനും മരിക്കണീന മുമ്പ് നീ വളരെ കിഴവനായിട്ട് വിളിച്ചു പറഞ്ഞാലും എപ്പ പറഞ്ഞാലും പണ്ട് കൊടുത്തതാണെങ്കിലും കുറെ കഴിഞ്ഞിട്ടാണ് അത് എടുത്തു പറയുന്നതെങ്കിലും മുണ്ടി പോകാൻ പാടില്ല, ബാത്തിലായി പോകും. ചില ആൾക്കാരിൽ ധർമ്മം കൊടുത്തിട്ട് സഹായിച്ചിട്ട് പറയും, ഞാൻ അന്ന് പാസ്പോർട്ടിന് കഷ്ടപ്പെടുമ്പോൾ 100 രൂപ ഞാനാ കൊടുത്ത്. ഇവര് പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ ബസ്സിന് പൈസ ഇല്ലാതെ അങ്ങനെ അങ്ങാടിയിൽ നിൽക്കായിരുന്നു. ഞാൻ എന്റെ പോക്കറ്റിൽ അപ്പൊ 100 രൂപ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തിട്ട് അവൻ പാസ്പോർട്ട് എടുത്തിട്ട് എന്നിട്ട് അപ്പം ഗൾഫിലെത്തിയപ്പം വലിയ ആളായി എന്നൊക്കെ ചില ആൾക്കാരെ കുറിച്ച് പറയും. വേണ്ടത് പോയി, പിന്നെ നഷ്ടമായി. എത്ര കാലം കഴിഞ്ഞ് എടുത്തു പറഞ്ഞാലും ഒരാൾക്കും ചെയ്തത് എടുത്തു പറയരുത്. അത് കൊടുത്തത് എടുത്തു പറഞ്ഞവനെ വിഷമിപ്പിച്ചാൽ അവന്റെ അഭിമാനം പോയി, ആഖിറത്തിൽ നിന്റെ അഭിമാനം പോയി, നിന്റെ പ്രതിഫലവും പോയി, ബാത്തിലായി പോയി എന്നാണ് അല്ലാഹ് പറയുന്നത്. നല്ല മിനുസമുള്ള പാറപ്പുറത്തൊരിത്തിരി മണ്ണുണ്ടെങ്കിൽ അതിലേക്ക് ശക്തമായ വെള്ളം ഇങ്ങോട്ടടിച്ചാൽ ആ പാറപ്പുറത്ത് പിന്നെ മൺതരി ബാക്കി ഉണ്ടാകുമോ? മിനുസമുള്ള പാറയല്ലാതെ പിന്നെ എന്താ കാണാനുണ്ടാവുക? ഇതുപോലെ ആഖിറത്തിലെത്തിയാൽ നിന്റെ കർമ്മങ്ങൾക്ക് വിലയില്ല, അതെല്ലാം നശിപ്പിക്കപ്പെട്ടു പോയി. അത് വളരെ ഗൗരവമാണ്. കൊടുത്തത് എടുത്തു പറഞ്ഞ് നല്ല നിലക്കാണെങ്കിൽ ആരും പറയൂല, മനുഷ്യന്റെ ഒരു സ്വഭാവത. നല്ല നിലക്കാണെങ്കിൽ ഞാൻ കൊടുത്തൊന്നും ഉണ്ടൂല,
നല്ല സ്വഭാവമാണ്. ഇതാ ഹാസമ ഫജറാന്നുണ്ടല്ലോ മുനാഫിക്കിന് ഒരു സ്വഭാവം. തമ്മ് തെറ്റി നോക്കണം, പിന്നെ കൊടുത്ത മുഴുവൻ അടിമാന്തും. ഞാൻ കൊടുത്ത ചോറ് തിന്നോനാ, എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചോനാ, എന്റെ വീട്ടിൽ നിന്ന് എല്ലാ സൗകര്യവും പറ്റിയോനാ, ഞാൻ എന്ന് പറയാൻ തുടങ്ങും. എന്താ പ്രശ്നം? നല്ല നിലക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മോശപ്പെട്ടു വന്ന് അവനോടൊന്ന് തെറ്റി, അവനോട് ഏതെങ്കിലും നിലക്കൊരു അകൽച്ച വന്നാൽ പിന്നെ അതിങ്ങനെ പകഞ്ഞു പൊന്തും. ഏത് നിലക്കാണെങ്കിലും മിണ്ടാൻ പാടില്ല. പ്രതിഫലം വേണമെങ്കിൽ അതാ ഖുർആൻ പറയുന്നത്, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വല്ലദാ. പടച്ച റബ്ബ് നാളെ മഹ്ശറിൽ നോക്കൂലാനാണ്. കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്ത 3 വിഭാഗത്തെ എണ്ണിയപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹ് അവരോട് മിണ്ടൂല, അവർക്ക് വലിയ വേദനാജനകമായ ശിക്ഷയും കൊടുക്കും. അതിൽപ്പെട്ട 3 വിഭാഗത്തെ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞത് അൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്നവൻ. കൊടുത്തത് എടുത്തു പറയാൻ അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹിന് അധികാരം ഉണ്ട്. അള്ളാന്റെ ഒരു പേരാ മന്നാൻ, അള്ളാന്റെ ഒരു ഇസ്മാണ് മന്നാൻ. അബ്ദുൽ മന്നാൻ എന്ന് കുട്ടികൾക്ക് പേരിടുന്നില്ലേ? മന്നാൻ എന്ന അള്ളാന്റെ പേര് അള്ളാഹ്ക്ക് കൊടുത്ത് എടുത്തു പറയാനുള്ള അധികാരമുണ്ട്. അവൻ ഞങ്ങൾക്ക് തന്നില്ലേ, ഞാനല്ലേ ആകാശം സൃഷ്ടിച്ചത്, ഞാനല്ലേ നിങ്ങൾക്ക് അന്നം തരുന്നത്, എന്നെ ആരാധിക്കൂ. അള്ളാഹ്ക്ക് പറയാ, വേറൊരു മഖ്ലൂക്കിനത് കൊടുത്തത് എടുത്തു പറയാനുള്ള അധികാരമില്ല. കൊടുക്കുന്നത് ഒരാളിൽ നിന്ന് നന്ദി വാക്കോ അയാളിൽ നിന്നുള്ള പ്രതിഫലമോ മോഹിച്ചുകൊണ്ടല്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഞാൻ നിങ്ങൾക്ക് ആഹരിപ്പിച്ചിട്ടുള്ളത്, ഞാൻ നിങ്ങളെ ആഹരിപ്പിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും മോഹിച്ചുകൊണ്ടല്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് പ്രതിഫലമോ ഒരു നന്ദി വാക്കോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏത് കാര്യവും നാം സൽക്കർമ്മങ്ങളിൽ സ്വതക്കയിൽ പ്രത്യേകിച്ച് അത് വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഇനി സഹോദരന്മാരെ, ചില ഘട്ടങ്ങളിൽ ഇപ്പൊ ഈ ഹദീസിന്റെ പ്രമേയം എന്താണ്? രഹസ്യമായി കൊടുക്കണം എന്നല്ലേ. എന്നാൽ ഇസ്ലാം എപ്പോഴും രഹസ്യമായിട്ടേ സ്വതക്കയ്യാവൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഖുർആൻ തന്നെ പറയുന്നു, ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാ ഹിയ വഇൻ തുഖ്ഫൂഹാ വതുഅതൂഹൽ ഫുഖറാഉ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ ദാനധർമ്മങ്ങളെ പരസ്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അതെത്ര നല്ലതാണ്. ഖുർആനാ പറയുന്നത്, ദാനധർമ്മങ്ങൾ നിങ്ങൾ പരസ്യമായി കൊടുക്കുകയാണെങ്കിൽ അതെത്ര നല്ലതാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, വഇൻ തുഖ്ഫൂഹാ, ഇനി അത് നിങ്ങൾ സ്വകാര്യമാക്കുകയും വതൂതുഹൽ ഫുഖറാ, ദരിദ്രന്മാർക്ക് നിങ്ങൾ വളരെ സ്വകാര്യമായി കൊടുക്കുകയുമാണെങ്കിലോ ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഒരൊറ്റായത്തിൽ 2 കാര്യവും പറഞ്ഞു. അതുപോലെ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളുടെ ഗുണം പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയാ, പകലിലും അതുപോലെ തന്നെ രാത്രിയിലുമൊക്കെ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവർ. എങ്ങനെ ചെലവഴിക്കുന്നവർ? സിർറൻ, രഹസ്യമായും, വഅലാനിയത്തൻ, പരസ്യമായും. ഒരേ ആയത്തിൽ തന്നെ 2 കാര്യവും പറയും. അപ്പൊ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ രഹസ്യാക്കണോ, എപ്പോഴും പരസ്യാക്കണോ? ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളുണ്ട്. പരസ്യമാക്കൽ ശ്രേഷ്ഠമാകുന്ന ചില ഘട്ടങ്ങളുണ്ടാവും. അവിടെ പരസ്യമായി കൊടുക്കലാ നല്ലത്. സ്വകാര്യമായി കൊടുക്കുന്നതിനേക്കാൾ നന്നാവുക പരസ്യമാക്കലാകും. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിർബന്ധ സക്കാത്തൊക്കെ സഹാബത്ത് പരസ്യമായിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് കൊടുത്തിരുന്നു. കാരണം നിർബന്ധമായ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൽ റിയായിന്റെ പ്രശ്നം വരുന്നില്ല. എല്ലാവരും നിസ്കരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് ഒരു റിയാ അധികം വരൂല. അതുകൊണ്ട് ആ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സുന്നത്ത് നിസ്കാരങ്ങൾ നിങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കണം. കാരണം സുന്നത്ത് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ആ മറ്റുള്ളവർ നോക്കുന്നുണ്ട് എന്നുള്ള പ്രശ്നത്തിന് കൂടുതൽ സാധ്യത. ഫർള് നിസ്കരിക്കുമ്പോൾ എല്ലാവരും നിസ്കരിക്കല്ലേ. ഒരാൾക്ക് മറ്റയാളെ നോക്കാൻ നേരണ്ടോ? ഒരാൾക്ക് മറ്റയാളെ കാണിക്കാൻ നേരണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും നിസ്കരിക്കല്ലേ. അപ്പൊ ഫർള് നിസ്കാരം അല്ലാത്തതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം എന്താ? ഈ നിർബന്ധ നിസ്കാരം അല്ലാത്ത സുന്നത്ത് ഇങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് മറ്റോ നോക്കുന്നുണ്ട്. അപ്പൊ ഒരു കൂടുതൽ ഖുശൂ, ഒരു കൂടുതൽ തഖ്വ, ഒരാളെ കാണിക്കല്, അതൊക്കെ പരിണാവുമ്പോൾ അത് ഇല്ലാതായിക്കോളും. അതുകൊണ്ട് വീട്ടിലേക്ക് മാറ്റുക സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതേപോലെ പണ്ഡിതന്മാർ പറയാണ്, നിർബന്ധ സക്കാത്ത് എല്ലാവരും കൊടുക്കേണ്ടതാണ്. അതിപ്പോ എല്ലാവരും ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിലൊരു റിയായിന്റെ ആവശ്യം വരുന്നില്ല. മാത്രല്ല, സഹാബിമാർ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിർബന്ധമായ സക്കാത്ത് പിരിക്കാൻ ഏൽപ്പിക്കുന്ന സ്ഥലത്ത് ആ ധർമ്മം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ നബി തങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി ഫുലാൻ, ഇന്നയാളുടെ കുടുംബത്തിന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു അബി ഔഫ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, അങ്ങനെ എന്റെ വാപ്പ സക്കാത്തുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ സദഖ സക്കാത്ത് അവിടെ സ്വീകരിച്ചു വെച്ചിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി അബി ഔഫ, അബൂ ഔഫയുടെ കുടുംബത്തിന്റെ മേൽ നീ ഗുണം ചെയ്യണേ റബ്ബേ, ഇതിങ്ങനെ ദുആ ചെയ്തു. അപ്പൊ അങ്ങനത്തൊക്കെ പരസ്യമായിട്ട് അവരെല്ലാം എല്ലാവരും കൊടുക്കുള്ളൂ. ആ നിലക്കുള്ള കാര്യത്തിന് അങ്ങനെ ചെയ്യാം. ഇനി രണ്ടാമത്തെ വശമേതാണ്? പൊതു
പൊതു കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കിട്ടുക എന്ന സതുദ്ദേശത്തോടുകൂടി പരസ്യമായി കൊടുക്കാം. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. താൻ സ്വകാര്യമായിട്ട് കൊടുത്താൽ താനല്ലേ അറിയുള്ളൂ, എല്ലാവരും അറിയട്ടെ. എന്തിന്? ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്നറിയാനല്ല. ഇതൊരാവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ ഇത് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാനൊന്നാണ് തുടക്കം കുറിച്ചാൽ എല്ലാവരും കൊടുത്തോളൂലോ എന്ന നിലക്ക് സതുദ്ദേശം അള്ളാഹ്ക്കറിയാം. നിയ്യത്ത് അള്ളാഹാണല്ലോ കാണുന്നത്, അവനാണല്ലോ മനസ്സിലാക്കുന്നത്. ഒരാൾക്കും തിരിയാത്തൊരു കേന്ദ്രത്തിലേക്ക് കണ്ണ് കൃത്യമായി പതിയുന്നവനാണല്ലോ സർവശക്തനായ റബ്ബ്. ഹൃദയങ്ങളിൽ ഒളിച്ചു വെക്കുന്നതൊക്കെ പടച്ച റബ്ബിനറിയാം. അതുകൊണ്ട് അള്ളാഹിനെ പറ്റിക്കാൻ ഒരാൾക്കും കഴിയൂലല്ലോ. അതുകൊണ്ട് ഈ ഒരു സതുദ്ദേശത്തോടുകൂടി ഒരാൾ ധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് പരസ്യമാക്കലാണ് നല്ലത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. ഹദീസിന്റെ പദങ്ങൾ ഞാൻ സമയപരിമിതി കൊണ്ട് വായിക്കുന്നില്ല. സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ ഒരു പകൽ നേരത്ത് അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതാ അവിടേക്കൊരു പാവപ്പെട്ടവരായ മനുഷ്യന്മാര് കയറി വന്നു. അവരുടെ കോലം പറയുകയാണ്, കാലിൽ ചെരിപ്പ് ധരിക്കാനില്ല, ഉള്ള വസ്ത്രം പോലും മര്യാദ കൊടുക്കാനില്ലാതെ, പലപ്പോഴും വളരെ അവിടെവിടെയായി ശരീരത്തിൽ വസ്ത്രം എവിടെയൊക്കെ ചുരുട്ടിക്കെട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും വസ്ത്രം ധരിക്കാൻ അവരുടെ കയ്യിൽ വസ്ത്രമില്ല. വളരെ പാവങ്ങളാണ് കയറി വരുന്നത്.